ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായത്തിലെ 20 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വളരെ സിമ്പിൾ ആയൊരു അധ്യായമാണ് ഇത്. ഈ ചോദ്യോത്തരങ്ങൾ കേട്ടതിന് ശേഷം ബൈബിൾ എടുത്ത് വായിക്കണമെന്ന് ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഡേഷിനെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഉത്തരം: ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. രണ്ടാമത്തെ ചോദ്യം: 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നത് എന്ത്? 5 കുരുവികളാണ് 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം: എന്തിനെതിരായി ദൂഷണം പറയുന്നവരോട് ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവരോട് ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് യേശു പറയുന്നത്. നാലാമത്തെ ചോദ്യം: സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധികാരികളുടെയും മുമ്പിൽ മറുപടി പറയാൻ പഠിപ്പിക്കുന്നതാര്? പരിശുദ്ധാത്മാവ് എന്നതാണ് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം: മനുഷ്യ ജീവിതം എന്തുകൊണ്ട് ധന്യമാകുന്നില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: സമ്പത്ത് കൊണ്ട് മനുഷ്യ ജീവിതം ധന്യമാകുന്നില്ല എന്നാണ് യേശു പറയുന്നത്. ആറാമത്തെ ചോദ്യം: വിതയ്ക്കുകയോ കൊയ്യുകയോ ഇല്ല എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം: കാക്ക. ഏഴാമത്തെ ചോദ്യം: നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യാത്തതെന്ത്? ഉത്തരം: ലില്ലികൾ എന്നതാണ്. 8. ആരെക്കുറിച്ചാണ് സർവ മഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്ന് പറയുന്നത്? സോളമനെ കുറിച്ചാണ് ഇവയിലൊന്നിനെ പോലും അലങ്കൃതനായിരുന്നില്ല എന്ന് പറയുന്നത്. സോളമൻ എന്നതാണ് ശരിയായ ഉത്തരം. 9-ാമത്തെ ചോദ്യം: എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് അന്വേഷിക്കുന്നവരാര്? ഈ ലോകത്തിൻ്റെ ജനതയാണ് എന്തു തിന്നും എന്തു കുടിക്കും എന്ന് അന്വേഷിക്കുന്നത്. 10-ാമത്തെ ചോദ്യം: കള്ളൻ കടന്നു വരികയോ ചീതൽ നശിപ്പിക്കുകയോ ചെയ്യാത്തത് എന്ത്? ഉത്തരം: സ്വർഗത്തിലെ നിക്ഷേപം ആണ് നശിക്കാതെ ഇരിക്കുന്നത്. 11-ാമത്തെ ചോദ്യം: നിന്റെ ഡേഷ് എവിടെയോ അവിടെയാണ് നിന്റെ ഹൃദയവും. എവിടെയാണ് നിന്റെ ഹൃദയം എന്നതാണ് ചോദ്യം. ഉത്തരം: നിക്ഷേപം എന്നതാണ്. 12. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിന്റെ ഡേഷ്. ഉത്തരം: ഹൃദയം എന്നതാണ്. 13. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്ന ഭൃത്യന്മാർ ആരാണ്? ഉത്തരം: ഭാഗ്യവാന്മാരാണ് യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്ന ഭൃത്യന്മാർ. 14. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ അവർ ഭാഗ്യവാന്മാർ. ആരാണ് എന്നത് ആണ് ചോദ്യം. ഉത്തരം: ഭൃത്യന്മാർ എന്നതാണ്. ചോദ്യം 15. കള്ളന്മാരെ തൻ്റെ വീട് കുത്തിത്തുറക്കാൻ അനുവദിക്കാതിരിക്കുന്നത് ആര്? ഗൃഹനാഥനാണ് കള്ളന്മാരെ തൻ്റെ വീട് കുത്തിത്തുറക്കാൻ അനുവദിക്കാതിരിക്കുന്നത്. 16. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ വരുന്നത് ആര്? മനുഷ്യപുത്രനാണ് പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ വരുന്നത്. ചോദ്യം 17. നീ ഈ ഉപമ പറയുന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന് ചോദിച്ച ശിഷ്യൻ ആര്? പത്രോസ് എന്നതാണ് ശരിയായ ഉത്തരം. പത്രോസാണ് ചോദിക്കുന്നത് ഈ ഉപമ പറയുന്നത് ആർക്ക് വേണ്ടിയാണ്. ചോദ്യം 18. തെക്കൻ കാറ്റുണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നുവെന്നാണ് നിങ്ങൾ പറയുന്നത്? ഉത്തരം: അത്യുഷ്ണം എന്നതാണ്. 19. തനിക്ക് എന്ത് സ്വീകരിക്കുന്നതുവരെ താൻ ഞെരുങ്ങുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: സ്നാനം എന്നതാണ് ശരിയായ ഉത്തരം. 20-ാമത്തെ ചോദ്യം: നിങ്ങൾ അവിടുത്തെ എന്തന്വേഷിക്കണമെന്നാണ് യേശു പറയുന്നത്? നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കണമെന്നാണ് യേശു പറയുന്നത്. ഉത്തരം: രാജ്യം.